ഞാൻ മാലുവിനെ കണ്ടു. എവിടെ? സ്കൂളിന്റെ ഒരു കാര്യത്തിന് വേണ്ടി രാവിലെ ടൗണിലേക്ക് ഇറങ്ങിയതാ. അപ്പോണ്ട് മാലു ബസ് സ്റ്റോപ്പിൽ പകച്ചു നിൽക്കണു. വിവരങ്ങളെല്ലാം അവൾ എന്നോട് പറഞ്ഞു. നിങ്ങൾ സ്ഥിരം പോകാറുള്ള സ്ഥലങ്ങളിലെല്ലാം അന്വേഷിക്കായിരുന്നു. ഞാൻ വല്ലാതെ പേടിച്ചു. ഓമനക്കുട്ട, ഇനിയും സമയം വൈകിട്ടില്ല. നീ ദുർവാശികളെ ഇവളെയും കൂടി വീട്ടിലേക്ക് പോവാ. എന്തിനാ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാനോ? ഓമനക്കുട്ട, വേണ്ട മാഷെ. ഒരു മകന്റെ മുഖത്തൊക്കെ ഒരച്ഛനും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞത്. ഇനിയും കൂട്ടി തിരിച്ചു പോകാൻ വയ്യ. ഗർഭിണിയായ പെൺകുട്ടിയെ കൊണ്ട് ഇനി എങ്ങോട്ട് പോകാനാ നിന്റെ പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം നീ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നിങ്ങൾ എന്റെ കൂടെ വരിക. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ശരിയാക്കി തരാം. ഞാൻ പറഞ്ഞാൽ നിന്റെ അച്ഛൻ അനുസരിക്കൂടാ. വേണ്ട. മാഷിന് എന്നോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ മാലുവിന് താമസിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചതാ. കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കില്ല എന്ന് വെച്ചാ എവിടാ ഇനിയിപ്പോ ഒരു സ്ഥലം കണ്ടുപിടിക്കുക? കുറച്ചു കാലത്തേക്ക് മതി. അതിനുള്ളൊരു വീട് വാടകയ്ക്ക് എടുക്കാനുള്ള സെറ്റപ്പ് ഞാൻ ഉണ്ടാക്കാം. ആ, ഒരു വീടുണ്ട് സിറ്റിക്ക് പുറത്താ. എന്റെ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയും ഭർത്താവും അവിടെ താമസിക്കണേ. ലേശം പ്രായമുണ്ട്, എന്നാലും ഒരു മുത്തശ്ശോളം വരില്ല. മക്കളൊക്കെ അങ്ങ് അമേരിക്കയിലാ. അവർക്കൊരു ഹോം നേഴ്സിനെ വേണമെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. വിരോധം ഇല്ലാന്ന് വെച്ചാ ആക്ച്വലി ഹോം നേഴ്സിനെ വെക്കാനുള്ള ഐഡിയ എന്റെയാ. ദുർഗയ്ക്ക് താല്പര്യമില്ല. വയസ്സായി എന്ന് സമ്മതിക്കാനുള്ള ഒരു മടി. കൈമളിന് അറിഞ്ഞൂടെ ദുർഗെ? ഇപ്പോഴും എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യണത്. സ്റ്റിൽ ഐ ആം ഹെൽത്തി. ഉരുക്കല്ലേ ഈ ശരീരം? അതെ, ഉരുക്കാറായി. അല്ല, പണ്ട് വളരെ ചെറുപ്പായിരുന്നു പറഞ്ഞാ. പക്ഷെ ദുർഗ വളരെ വീക്കായി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, ആസ്മ തുടങ്ങിയ സർവമാന സൂക്കേടുകളുണ്ട്. അവളെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കാൻ സന്മനസ്സുള്ള ഒരു ഹോം നഴ്സറിയാണ് ഞാൻ തിരക്കുന്നത്. കുട്ടിക്ക് സന്മനസ്സുണ്ടോ? ഈ കൈമളിന്റെ വിശ്വാസമില്ലേ? ദുർഗാമ്മയെ സ്വന്തം അമ്മയെ പോലെ പരിചരിക്കും. ആര്, താനോ? ഞാനല്ല, മാലതി. അല്ല, മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അക്കോമഡേഷൻ, ഡെയിലി 4 നേരം ലാവിഷ് ആയിട്ടുള്ള ഫുഡ്. 4 നേരം ഫുഡ് കഴിക്കാൻ ഇവിടെ എന്താ തീറ്റി മത്സരം വല്ലതുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ലേ ട്രെയിൻ എടുത്ത് പുളു അടിക്കരുതെന്ന്? കേട്ടോ കൈമളെ, ഇങ്ങേർക്ക് ഇല്ലാത്ത അസുഖങ്ങളൊന്നുമില്ല. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, ഇസ്നോഫീലിയ, പിന്നെ അത്യാവശ്യത്തിന് കിഡ്നിയിൽ സ്റ്റോൺ. ഇതിനൊക്കെ പുറമെ ആസ്മയുടെ വലിവ്. ടൊബാക്കോ കമ്പനിയിലെ MD ആയിരുന്നില്ലേ, അതിന്റെ ബാലൻസാ ഈ വലിവ്. വലിച്ചു തള്ളിയ സിഗരറ്റിന് കണക്ക് വല്ലതുമുണ്ടോ? എന്റെ കാര്യങ്ങൾ നോക്കാനേ എനിക്കിപ്പോഴാരും വേണ്ട. പക്ഷെ ഇങ്ങനെ കണ്ണ് തെറ്റിയാൽ എവിടുന്നാ സിഗരറ്റ് എടുക്കുന്നെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ കാര്യമായിട്ടിവിടെ വലിയ ജോലിയൊന്നും ഇല്ല കേട്ടോ. അടുക്കളയിലാണെങ്കിൽ കുക്കിംഗ് റേഞ്ച് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ആ ജോലിയൊക്കെ ഞാൻ ചെയ്തോളും. പിന്നെ കറണ്ട് പോയാ വല്ലപ്പോഴൊന്ന് സഹായിക്കണം. എപ്പോഴും കറണ്ട് കേട്ടുള്ള സ്ഥല. പിന്നെ മാലതിയെ കാണാനെന്നും പറഞ്ഞോണ്ട് എപ്പോഴും ഇങ്ങോട്ട് ഓടി വരരുത്. രാത്രിയില് വിസിറ്റേഴ്സ് അലൗഡ് അല്ല. പകൽ മാത്രം മുൻകൂട്ടിയുള്ള അനുവാദത്തോടുകൂടി നിനക്കൊന്ന് കാണാം. ഒക്കെ സമ്മതിച്ചിരിക്കുന്നു ദുർഗാമ്മേ. ഒന്നിനും ഞങ്ങൾക്ക് വിരോധമില്ല. ഇന്ന് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വരൂ, വന്ന് കിടന്നോളൂ. ആ, പതുക്കെ. ആ, കുട്ടിയുടെ ബാഗ് സാധനങ്ങളൊക്കെ ആ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചോളൂ. ആ വന്നേ. പതുക്കെ. ഇങ്ങനെയുണ്ടോ? ഈ ഹോം നേഴ്സ് എന്നൊക്കെ പറഞ്ഞ ശരിക്കും വേലക്കാരിയാണല്ലേ മാഷെ? നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. എന്താ അത്? നമ്മുടെ വീട്ടിലായാലും ഈ ജോലിയൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ. നമ്മുടെ അച്ഛനും അമ്മയും ആണെന്ന് ഞാനങ്ങ് കരുതിയേക്കാം. എനിക്ക് ഒരു വിഷമമില്ല കുട്ടേട്ടാ. എന്നും ഞാൻ വന്ന് കാണാം. എത്രയും പെട്ടെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുത്തും. ചില വിത്തുകൾ ഇങ്ങനെ വീണടം മുടിക്കും. ഏതായാലും താൻ നോക്കിക്കൂ. തന്നെ വേദനിപ്പിച്ച അവൻ തെണ്ടി കുത്വാള എടുത്ത് കരിഞ്ഞൊടുങ്ങി വെണ്ണീറായി പോവും. ഞാനാ പറയുന്നത്. കത്തിയുണ്ട് മുറിഞ്ഞെടുത്ത് കുന്തം കയറ്റി രസിക്കുക. നാവ് ചൊറിയുന്നുണ്ട്, അപ്പുറത്തേക്ക് മാറിയിരുന്ന് സ്വയം ചൊറിഞ്ഞാ പോരെ. എന്തൊരു ജന്മായത്. എന്താടാ? ഒന്നും പറഞ്ഞില്ല. ചിരഞ്ജീവിയാണെന്ന് പറയായിരുന്നു. പണ്ട് ബീഡിക്ക് വരെ മൃതസഞ്ജീവനി ചുരുട്ടി വലിച്ചുവോ? ഓടാവിടുന്ന് കുരുത്തം കെട്ടവനെ. അല്ലാതെ പിന്നെ എന്റെ കലാശം. എടോ, താൻ അറിഞ്ഞോ? ഞാനൊന്നും അറിഞ്ഞില്ല, ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ അറിഞ്ഞു. അവൻ അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ടില്ല. ഞാൻ അന്വേഷിച്ചു. എന്തിനാ അന്വേഷിക്കാൻ പോണേ? അവരെ അവിടെ നിന്നും ആട്ടി ഇറക്കാനോ? ആ കുട്ടികളെ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ.
എന്റെ മോനെ എങ്ങനെയെങ്കിലും ജീവിച്ചാ പോരാ. അതിനാ ഈ പ്രായം വരെ ഞാൻ എന്റെ ജീവിതം തൊലച്ചത്. എന്നിട്ടിപ്പോ വെള്ളത്തിൽ വരച്ച വര പോലായില്ലേ. എന്റെ മോനിപ്പോ എവിടെയാണാവോ? വല്ല ഹോട്ടലിന്റെ പിന്നാമ്പുറത്ത് എച്ചില് പാത്രം കഴിയുന്നുണ്ടാവും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? കയ്യിലൊട്ട് ബിരുദങ്ങൾ ഇരിപ്പുണ്ടോ കളക്ടർ പണി കിട്ടാൻ? താൻ പരിഹസിക്കണ്ടാടോ. തന്റെ കൺകണ്ട ദൈവം കളക്ടർ ആയിരിക്കും. പക്ഷെ അന്തസ്സുള്ള വേറെയും കുറെ പണികളുണ്ട് ഈ നാട്ടിൽ. അതിലൊരെണ്ണം അവന് കിട്ടും. അതിനുള്ള യോഗ്യത അവനുണ്ട്. ശിഷ്യന്റെ കാര്യം ഓർത്ത് ഗുരുവിന്റെ മനസ്സങ്ങ് പെടക്കിയല്ലേ. തന്തയ്ക്കും തള്ളയ്ക്കും ഇല്ലാത്ത പെടച്ചിൽ എന്തിനാ ഗുരുവിന്? ഒരു പെടച്ചിലും ഇല്ല, ഒരു ദണ്ണവും ഇല്ല. കുറച്ച് തീ ഉരുട്ടി കൊടുത്ത അയാള് വിഴുകട്ടെ എന്ന്. മോനും മരുമോളും സേഫ് ആയിട്ട് ഒരിടത്തുണ്ട്. മനസ്സ് വിഷമിക്കാണ്ടിരിക്കുക. അതെ, ചേച്ചിക്ക് വിഷമമൊന്നുമില്ലോ അല്ലേ? എന്ത് വിഷമം? അല്ല ചേച്ചി, ഈ ആദ്യത്തെ 4 മാസം വളരെ ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ടല്ലോ. ശരിയാണോ ചേച്ചി? ശരിയാ. അല്ല, കുട്ടനെന്താ ഇതൊക്കെ അറിയണേ? തനിക്ക് 4 മാസം? അല്ലല്ല, എനിക്ക് ഗർഭിണികളെ കണ്ട അപ്പൊ ടെൻഷനാവും. അതിന് തനിക്കെന്തിനാ ടെൻഷൻ? പറഞ്ഞ പോലെ എനിക്കെന്തിനാ ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. ഞാൻ ടെൻഷൻ അടിക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? കയ്യിന്ന് പോയില്ലേ? വേണ്ടായിരുന്നു. ഇവനെന്താ പൊട്ടം കടിച്ചോ? Nancy darling, look what I bought for us. What is it? പഴമിടാനുള്ള തൊട്ടിയായിരിക്കും. Stupid. This is a cradle, man. തൊട്ടിലും തിരിച്ചറിയാത്ത തോട്ടി. Go do your work, go. ഓ ഡാർലിംഗ്, എന്തിനാ ഇതൊക്കെ വാങ്ങിച്ചേ? മാസങ്ങൾ എത്ര കിടക്കുന്ന ബേബി വരാൻ? മാസങ്ങൾ will fly away, darling. One fine morning, baby in the തൊട്ടിൽ. അരി ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചാ പോരെ ആന്റി? പോരാ, പിന്നെ കല്ലെന്തിനാ? ആർക്കെങ്കിലും കാണാനോ? അരി ഉഴുന്നും കല്ലിൽ അരച്ചാലേ ഇഡ്ലി സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അങ്കിളിന് അതാ ഇഷ്ടം. ആ കൈസറി എടുത്ത് കുരയ്ക്കുന്നുണ്ട്. ആരാന്ന് നോക്കിയേ? കള്ള ചെക്കന്മാരെ കറങ്ങി നടക്കുന്നേ പത്രത്തിലുണ്ടായിരുന്നു.